ഗുഡ് മോർണിംഗ്. പൊളിറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്ലസ് ടു പൊളിറ്റിക്സിൻ്റെ 6ാമത്തെ യൂണിറ്റാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. യൂണിറ്റിൻ്റെ പേര് ജനാധിപത്യ സംവിധാനം പ്രതിസന്ധിയിൽ, ദ ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ എന്നതാണ്. എന്താണ് ഈ പാഠഭാഗത്തിൻ്റെ പ്രധാനമായും പറയുന്നത് നമുക്ക് നോക്കാം. 1975 ജൂൺ 25 ഇന്ത്യയിൽ പ്രഖ്യാപിക്കപ്പെട്ട അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. എന്താണ് അടിയന്തരാവസ്ഥ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. രാഷ്ട്രപതിക്ക് ഭരണഘടനാപരമായ ചില അടിയന്തര അധികാരങ്ങൾ ഭരണഘടനയുടെ 18-ാം അധ്യായത്തിൽ 352 മുതൽ 360 വരെയുള്ള വകുപ്പുകളിൽ നൽകിയിട്ടുണ്ട്. അതിലൊന്ന് ദേശീയ അടിയന്തരാവസ്ഥയാണ്. രാജ്യത്തിൻ്റെ കെട്ടുറപ്പ് അപകടത്തിലാകുമെന്ന് രാഷ്ട്രപതിക്ക് ബോധ്യപ്പെട്ടാൽ ഭരണഘടനയുടെ 352-ാം വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. രണ്ടാമത്തേത് സാമ്പത്തിക അടിയന്തരാവസ്ഥ. രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത, കടം കൊടുത്തു വീട്ടാനുള്ള കഴിവ് എന്നീ കാര്യങ്ങൾക്ക് ഭീഷണി നേരിടുന്നതായി രാഷ്ട്രപതിക്ക് ബോധ്യമാകുന്ന പക്ഷം 360-ാം വകുപ്പ് അനുസരിച്ച് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. മൂന്നാമത്തേത് സംസ്ഥാനങ്ങളിൽ ഭരണസ്തംഭനം ഉണ്ടാകുമ്പോൾ, അതായത് ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കാൻ ഒരു സംസ്ഥാനത്തിന് കഴിയാത്ത അവസ്ഥയുണ്ട് എന്ന് സംസ്ഥാനത്തിലെ ഗവർണർ റിപ്പോർട്ട് ചെയ്താൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ രാഷ്ട്രപതിക്ക് ഇത് ബോധ്യപ്പെട്ടാൽ ഭരണഘടനയുടെ 356-ാം വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് 6th unit, the crisis of democratic order. First, let's discuss what is the crisis. The crisis of democratic order means emergency. Emergency was declared in our country on 25th June 1975. What is emergency? The Constitution of India provides for special provision to deal with the emergency. Part 18 of the Constitution is known as emergency provisions. From Article 352 to 360. There are 3 types of emergencies are envisaged by the Constitution. They are: first one, general emergency. Article 352. Emergency caused by war or external aggression or armed rebellion. Second one, financial emergency. Article 360, due to financial crisis of the country. Third one, state emergency. Emergency arising from constitutional breakdown from the states. Article 356. In this chapter, we are discussing about the general emergency declared in India during 1975. Some important questions are there. What were the reason for the declaring emergency? Was this emergency necessary? What did emergency actually lead to?
What were the consequences of emergency on party politics? What lessons did India learn about democracy? ഇവിടെ പ്രധാനമായും ചില ചോദ്യങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പരിചയപ്പെടുന്നത്. ഒന്ന്, 1975 ജൂൺ 25 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? രണ്ടാമത്തേത്, ഈ അടിയന്തരാവസ്ഥ ആവശ്യമായിരുന്നോ? 3, അടിയന്തരാവസ്ഥ പ്രഖ്യാപനം മൂലം യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? 4, അടിയന്തരാവസ്ഥ കക്ഷി രാഷ്ട്രീയത്തിൽ എന്ത് പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയത്? 5, ഇന്ത്യൻ ജനാധിപത്യത്തിന് അടിയന്തരാവസ്ഥ നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലം. 1967 4ാം പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിലുണ്ടായിട്ടുള്ള ചില മാറ്റങ്ങളാണ് അടിയന്തരാവസ്ഥയ്ക്ക് കാരണമായത് എന്ന് നമുക്ക് ചുരുക്കി പറയാൻ വേണ്ടി കഴിയും. നെഹ്റുവിന് ശേഷം ശാസ്ത്രിക്ക് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിലൂടെ ഇന്ദിരാഗാന്ധിയും വന്നതോടുകൂടി ഇന്ത്യയിൽ രാഷ്ട്രീയമായ ധ്രുവീകരണത്തിന് ആരംഭം കുറിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഭരണഘടനയുടെ 3 ഓർഗനുകളിൽ ഒന്നായ നീതിന്യായ വിഭാഗവും ലെജിസ്ലേച്ചറും തമ്മിലുള്ള സംഘർഷങ്ങൾ ഈ കാലത്ത് രൂപപ്പെട്ടു. മറ്റൊന്ന്, രാഷ്ട്രീയം തീർത്തും വ്യക്തി അധിഷ്ഠിതമായി മാറിക്കൊണ്ടിരുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്ന് കാണാം. പ്രധാനമായും അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച കാരണങ്ങളെ നമുക്ക് 3 തിരിക്കാം. 1, സാമ്പത്തിക പശ്ചാത്തലം. 2, അഴിമതി. 3, രാഷ്ട്രീയ ബഹുജന പ്രക്ഷോഭങ്ങൾ. ബാക്ക്ഗ്രൗണ്ട് ഓഫ് എമർജൻസി. Indian politics underwent very many critical changes after 1967. After the death of Nehru, Lal Bahadur Shastri became the Prime Minister of India. After the death of Lal Bahadur Shastri, Indira Gandhi became the Prime Minister of India through a secret ballot system. This period witnessed a bitter party competition undergoing polarization. It became tough as soon as Indira Gandhi became the Prime Minister. And also the relationship between judiciary and government became tense and bitter. Political parties felt that governmental authority was turning into personal authority. The split in the Congress widened the gap between Indira Gandhi and her opponents. The important reason for the emergency or the context that led to the declaration of emergencies are: economic context, second one corruption, third one political and popular protest. സാമ്പത്തിക പശ്ചാത്തലം. അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച സാമ്പത്തിക കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. 1971 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനം അഥവാ ഗരീബി ഹഠാവോ എന്നത്. എന്നാൽ 1971 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയെങ്കിലും രാജ്യത്ത് സാമ്പത്തികവും സാമൂഹികവുമായി
ജീവിത നിലവാരത്തിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും വലിയ മാറ്റം ഉണ്ടായില്ല. ഒപ്പം 1970 ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്ത ആളുകളും പാകിസ്ഥാനുമായി ഉണ്ടായിട്ടുള്ള യുദ്ധവും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയുടെ വില കുതിച്ചുയർന്നതും സാധനങ്ങളുടെ വില വർദ്ധിച്ചതും പെരുപ്പവും ഏറെ ദുരിതങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇന്ത്യയിൽ ചെയ്തത്. അതിൻ്റെ ഭാഗമായി വ്യവസായ വളർച്ച മന്ദഗതിയിലായി. ഗ്രാമപ്രദേശങ്ങളിൽ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായി. ചെലവ് കുറയ്ക്കാനായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കേന്ദ്ര ഗവൺമെൻറ് മരവിപ്പിച്ചു. അത് സർക്കാർ ജീവനക്കാരെ അസംതൃപ്തരാക്കി. കാലവർഷം ചതിച്ചതിനാൽ കാർഷിക മേഖലയിലെ ഉൽപ്പാദനക്ഷമത ഗണ്യമായി കുറഞ്ഞു. ഭക്ഷ്യോൽപാദനം 8% കുറഞ്ഞു. കാർഷിക മേഖലയിലുണ്ടായ തകർച്ച നിലവിലുള്ള സാമ്പത്തിക തകർച്ചയ്ക്ക് വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്തു. എക്കണോമിക് കോണ്ടെക്സ്റ്റ്. Though the Congress in 1971 election had come out with the slogan "Garibi Hadao," very little was done to remove poverty. The social and economic condition did not improve much after 1971-72. Indian economy had bear additional burden of 8 million refugees from East Pakistan due to the Bangladesh war. Followed a war with Pakistan. US government stopped all aid to India following the war. Oil price rise, inflation. People suffered indescribable hardship. Industrial growth declined, unemployment increased. To cut down expenditure, the government froze salaries, adding insult to injury to the government employees. Monsoon failure during 1972-73 period led to a sharp decline in agricultural production and food shortage became acute. Everywhere in the country there was a discomfort and a dissatisfaction. The opposition parties organized protest marches against the government. Student unrest became more pronounced. Corruption. The second reason that led to the emergency was corruption. Corruption became rampant in very sector, both the government and public life. Corruption was the order of the day. Then political and popular protest. The general atmosphere discontent among the people led to non-Congress opposition parties to organize protest effectively. Students' unrest, which started in 1960, became more pronounced. In addition, Marxist group which did not believe in parliamentary politics, like Naxalite movement, turned to insurgent techniques to overthrow the government. Marxist-Leninist groups and Naxalites became very powerful in West Bengal. The state government took stringent action to suppress such protests. Political and popular movements can be classified into three: Gujarat movement, Bihar movement, റെയിൽവേ സ്ട്രൈക്ക്. അഴിമതി രണ്ടാമത്തെ അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച കാരണമാണ് അഴിമതി. തുടർച്ചയായി കോൺഗ്രസ് സർക്കാർ ഭരിച്ചതും ഭരണത്തിൻ്റെ സകല മേഖലകളിലും അഴിമതിക്ക് കാരണമായി. ഭരണരംഗത്തും പൊതുജീവിതത്തിലും അഴിമതി വളരെ വ്യാപകമായി. ഇത് ജനരോക്ഷം ഗവൺമെൻറ്റിനെതിരെ ഉണ്ടാവുന്നതിന് കാരണമായി. മൂന്നാമത്തേത് രാഷ്ട്രീയ ബഹുജന പ്രക്ഷോഭങ്ങളാണ്. സാമ്പത്തിക പ്രതിസന്ധിയും അഴിമതിയും ഒക്കെ വർദ്ധിച്ച സാഹചര്യത്തിൽ കോൺഗ്രസ് അല്ലാത്ത പ്രതിപക്ഷ പാർട്ടികൾ രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചു.
1960-കളിൽ വിദ്യാർത്ഥി സമരങ്ങൾ രൂക്ഷമായി. അതിനു പുറമെ ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത മാർക്സിസ്റ്റ് ഗ്രൂപ്പുകളുടെ പ്രവർത്തനം ശക്തി പ്രാപിച്ചു. നിലവിലുള്ള ജനാധിപത്യത്തെയും മുതലാളിത്തത്തെയും ഒക്കെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഒളിപ്പോർ സമരങ്ങളും സായുധ സമരങ്ങളും ഒക്കെ ആരംഭിച്ചു. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഗ്രൂപ്പുകളും നക്സലുകൾ പ്രധാനമായും 1967 പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിലാണ് നക്സൽബാരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട പ്രദേശങ്ങളിലാണ് രൂപപ്പെട്ടത്. അവരാണിപ്പോൾ മാവോയിസ്റ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവരൊക്കെ തന്നെ ഗവൺമെൻറ്റിനെതിരെ സമരവുമായി രംഗത്തെത്തി. സമരങ്ങളെ നമുക്ക് പ്രധാനമായും 3 തലക്കെട്ടുകളിലായിട്ട് പഠിക്കാം. ഗുജറാത്തിലെ സമരം, ബീഹാറിലെ സമരം, റെയിൽവേ പണിമുടക്ക്. ഗുജറാത്തിലെ സമരം അന്ന് കോൺഗ്രസിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു ഗുജറാത്ത്. 1974 ജനുവരിയിൽ ഗുജറാത്തിലെ വിദ്യാർത്ഥികൾ ഭക്ഷ്യധാന്യങ്ങൾ, ഭക്ഷ്യ എണ്ണകൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവയുടെ വില വർധനവിനും ഉന്നത സ്ഥാനങ്ങളിലെ അഴിമതിക്കുമെതിരെ പ്രക്ഷോഭം ആരംഭിച്ചു. പ്രതിപക്ഷ കക്ഷികൾ കൂടി വിദ്യാർത്ഥികളോടൊപ്പം ചേർന്നു. ഗുജറാത്തിലാകെ സമരം വ്യാപകമായി. നിയമസഭയിലേക്ക് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നായിരുന്നു വിദ്യാർത്ഥികളുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും ആവശ്യം. ഇന്ദിരാഗാന്ധിയുടെ മുഖ്യ എതിരാളിയും സംഘടനാ കോൺഗ്രസിൻ്റെ നേതാവുമായിരുന്ന മൊറാർജി ദേശായി പുതിയ തെരഞ്ഞെടുപ്പിൻ്റെ എന്ന ആവശ്യം ഉന്നയിച്ചു. പുതിയ തെരഞ്ഞെടുപ്പിനായി താൻ അനിശ്ചിതകാലത്തെ ഉപവാസമിരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണയുള്ള വിദ്യാർത്ഥികളുടെ കടുത്ത സമ്മർദ്ദം മൂലം ഗുജറാത്തിൽ 1975 ജൂണിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തി കോൺഗ്രസ് പരാജയപ്പെടുകയും ചെയ്തു. ബീഹാർ സമരം. ബീഹാറിലും സമരം ആരംഭിച്ചത് വിദ്യാർത്ഥികൾ തന്നെയാണ്. 1974 മാർച്ചിൽ വിലവർധന, ഭക്ഷ്യക്ഷാമം, തൊഴിലില്ലായ്മ, അഴിമതി എന്നിവയ്ക്കെതിരെ സമരരംഗത്തിറങ്ങി. പ്രക്ഷോഭം ശക്തിപ്പെട്ടതോടെ വിദ്യാർത്ഥി നേതാക്കൾ രാഷ്ട്രീയം ഉപേക്ഷിച്ച് സാമൂഹ്യ പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ജയപ്രകാശ് നാരായണനെ, JP എന്ന് വിശേഷിപ്പിക്കുന്ന ജയപ്രകാശ് നാരായണനെ സമരത്തിലേക്ക് ക്ഷണിക്കുകയും സമരം അഹിംസാത്മകമായിരിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ ആവശ്യവും ബീഹാറിന് പുറത്തേക്ക് സമരം വ്യാപിപ്പിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ ആവശ്യവും വിദ്യാർത്ഥികൾ പരിഗണിച്ചതോടുകൂടി അദ്ദേഹം സമരത്തിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുത്തു. ബീഹാറിലെ കോൺഗ്രസ് ഗവൺമെൻറ്റിനെ പിരിച്ചുവിടണമെന്ന് JP ആവശ്യപ്പെട്ടെങ്കിലും യഥാർത്ഥ ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് സാമൂഹ്യ സാമ്പത്തിക മേഖലകളിൽ സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയം അദ്ദേഹം മുമ്പോട്ട് വെക്കുകയും ചെയ്തു. ബീഹാർ ഗവൺമെൻറ്റിൻ്റെ നടപടികൾ പ്രതിഷേധിച്ചുകൊണ്ട് ബന്ധും ഘെരാവോയും പണിമുടക്കും നിരവധി തവണ സംഘടിപ്പിച്ചു. എന്നാൽ ഗുജറാത്തിലെ പോലെ ബീഹാർ ഗവൺമെൻറ് രാജിവെക്കാൻ കൂട്ടാക്കിയില്ല. മറ്റൊന്ന് റെയിൽവേ പണിമുടക്കാണ്. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിച്ച ഒരു സമരമായിരുന്നു 1974 റെയിൽവേ പണിമുടക്ക്. റെയിൽവേ ജീവനക്കാരുടെ സമരസമിതി നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റിയാണ് രാജ്യവ്യാപകമായ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. ജോർജ് ഫെർണാണ്ടസ് ആയിരുന്നു അന്നത്തെ അവരുടെ നേതാവ്. ബോണസും സേവന വ്യവസ്ഥകളും സംബന്ധിച്ച ആവശ്യങ്ങളായിരുന്നു അവർ മുമ്പോട്ട് വച്ചിരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കാർ നടത്തിയ ഈ പണിമുടക്ക് ഇന്ത്യയിലെ തൊഴിൽപരമായ അന്തരീക്ഷത്തെ കലുഷിതമാക്കി. പണിമുടക്കാനുള്ള അവകാശം തൊഴിലാളികൾക്കുണ്ടോ എന്ന ചർച്ച ഉയർന്നു വരികയും ഗവൺമെൻറ് റെയിൽവേ പണിമുടക്കിനെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുകയും തൊഴിലാളി നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. റെയിൽവേ ലൈൻ പോലുള്ള പ്രധാന ആസ്തികളുടെ സംരക്ഷണത്തിന് സൈന്യത്തെ നിയോഗിക്കുകയും 20 ദിവസത്തിന് ശേഷം യാതൊരുവിധ ചർച്ച കൂടാതെ ഏകപക്ഷീയമായി റെയിൽവേ ജീവനക്കാർ അവരുടെ സമരം പിൻവലിക്കുകയും ചെയ്തു. ഗുജറാത്ത്
protest. The Congress ruled state Gujarat witnessed strong student agitation against inflation, corruption and unemployment. All the opposition parties joined the agitation, which became widespread. President's rule was imposed on the state. Popular demand was for fresh election. Morarji Desai, a prominent leader of the old Congress, declared that he would go on indefinite fast if fresh elections were not held. Under great pressure, elections were held in 1975. The Congress was thoroughly defeated in Gujarat. Students' Bihar strike. Students in Bihar took to the street protest against rising prices, food shortage and corruption. Jayaprakash Narayanan, who had given up active politics, was invited by the student to lead them. He accepted the invitation on condition that the movement should be non-violent and that it should not be confined to Bihar. The student movement thus assumed a national character. People of all professions all over the country voluntarily joined the movement. The Congress government in Bihar must be dismissed, JP demanded. He exhorted the people to join a total revolution in social, economic and political spheres to establish a true democracy. Once garaus and strikes become the order of the day, but government was refused to resign. Then railway strike of 1974. The National Coordination Committee of Railwaymen's struggle was led by George Fernandez. They demanded better bonus and service conditions. The government was opposed to this, so the railway employer went on strike in May 1974, adding to the atmosphere of labor unrest in the country. The government declared the strike illegal, arrested many of leaders and used the territorial army to protect the tracks. After 20 days, the strike had to be called off without any settlement. These are the popular movements led to the emergency in 1975. Jayaprakash Narayanan spread the Bihar movement to other states. JP led the People's March to the Parliament. It was one of the largest political rallies ever held in Delhi. Bharatiya Janasangh, Congress O, the Bharatiya Lokdal, Socialist Party and all other non-Congress parties supported JP. They projected JP as an alternative to Indira Gandhi. Many criticized JP's mass agitation in Gujarat and Bihar. His agitations were seen as a protest against the leadership of Mrs. Gandhi. It was motivated by personal enmity rather than the love of democracy, Gandhi said. ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിലുള്ള സമരം ഇന്ത്യയിൽ ശക്തമായി. അദ്ദേഹം പാർലമെൻറ്റിലേക്ക് ഒരു വലിയ മാർച്ച് തന്നെ സംഘടിപ്പിച്ചു. തലസ്ഥാനം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ റാലിയായിരുന്നു അത്. കോൺഗ്രസ് ഇതര കക്ഷികളായ ഭാരതീയ ജനസംഘം, സംഘടനാ കോൺഗ്രസ്, ഭാരതീയ ലോക്ദൾ, സോഷ്യലിസ്റ്റ് പാർട്ടി തുടങ്ങിയവരൊക്കെ ആ ജാഥയിൽ അണിനിരന്നു. എന്നാൽ ഇതിനെ എതിർക്കുന്നവരും ഉണ്ടായിരുന്നു. കോൺഗ്രസ് വിരുദ്ധ സമരമായിട്ടാണെന്ന് ഇതിനെ പലരും കണ്ടിരുന്നത്. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിനെതിരായ പ്രതിഷേധമാണിതെന്നും അല്ലാതെ ജനാധിപത്യത്തിനെതിരെയുള്ള പ്രതിഷേധമല്ലെന്നുമൊക്കെ വിമർശനങ്ങൾ ഉയരുകയുണ്ടായി. നീതിന്യായ വിഭാഗവുമായുള്ള സംഘർഷം പ്രധാനമായും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിലേക്ക് നയിച്ച പെട്ടെന്നുള്ള ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റീസൺ എന്ന് വേണമെങ്കിൽ നമുക്ക് നീതിന്യായ വകുപ്പുമായുള്ള സംഘടനമാണെന്ന് പറയാം. ഗവൺമെൻറ്റിനും ഭരണ പാർട്ടികൾക്കും നീതിന്യായ വിഭാഗം അഥവാ
കോടതിയുമായി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. പ്രധാനമായും മൂന്ന് പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നത്. ഒന്ന്, മൗലിക അവകാശങ്ങൾ പാർലമെൻറ്റിന് വെട്ടിച്ചുരുക്കാൻ അധികാരമുണ്ടോ? ഇല്ല എന്നാണ് സുപ്രീം കോടതിയുടെ വിധി വന്നത്. ഭരണഘടന ഭേദഗതി ചെയ്ത് ഈ സ്വത്തവകാശം നിയന്ത്രിക്കാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടോ എന്നതായിരുന്നു രണ്ടാമത്തെ പ്രശ്നം. അതും ഇല്ല എന്ന് തന്നെയായിരുന്നു സുപ്രീം കോടതിയുടെ വിധി. ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ പ്രായോഗികമാക്കാൻ വേണ്ടി മൗലിക അവകാശങ്ങളെ പരിമിതപ്പെടുത്തി നിർത്താൻ പാർലമെൻറ്റ് ഭരണഘടന ഭേദഗതി ചെയ്യുകയുണ്ടായി. എന്നാൽ സുപ്രീം കോടതി അതിനെയും തടയുകയാണ് ഉണ്ടായത്. കോൺഫ്ലിക്റ്റ് വിത്ത് ജുഡീഷ്യറി. ദ കോൺഗ്രസ് ഗവൺമെൻറ് ഹാഡ് സെവറൽ ഡിഫറൻസസ് ഒപ്പീനിയൻ വിത്ത് ദി ജുഡീഷ്യറി. ഫസ്റ്റ് ടു all, there were three constitutional issues to settle. First one, can the parliament abridge fundamental rights? Supreme Court says no. Second one, can the parliament curtail the right to property through amendments? Court says no. Can the parliament amend the constitution to give effect to the directive principles of state policy? Supreme Court also says no. This conflict with the apex court led to a crisis which culminated in the Keshavananda Bharati case. Supreme Court made some very clear statement about the basic feature of the constitution. The parliament had no right to amend the basic features. Soon after the verdict in Keshavananda Bharati case, there came a vacancy in the post of the Chief Justice in India. Till now, it had been practiced to appoint the senior-most judge in the Supreme Court as the Chief Justice. But now, in 1973, the government appointed Justice N. Roy as the Chief Justice of India, overlooking the seniority of 3 judges. The appointment naturally led to a lot of political controversies. The 3 judges who had been superseded gave a ruling against the government's stand. ഈ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിച്ചത് 1973 കേശവാനന്ദ ഭാരതി കേസിൻ്റെ വിധി പ്രസ്താവിച്ച ഉടനെയാണ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാർലമെൻറ്റിന് അധികാരമില്ല എന്നതായിരുന്നു ഇതിൻ്റെ വിധി. 1973 ഈ വിധി വന്നതിന് ശേഷം ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിൻ്റെ പദവിയിൽ ഒരു ഒഴിവ് വരികയും സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിൻ്റെ പദവി ഒഴിവ് വരികയും സാധാരണ ചെയ്തു വരാറുള്ള സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ജഡ്ജിയെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിക്കുക എന്നതിന് പകരം 3 ജഡ്ജിമാരുടെ സീനിയോറിറ്റിയെ അവഗണിച്ചുകൊണ്ട് എൻ റോയിയെ ചീഫ് ജസ്റ്റിസായി നിയമിച്ചു. ഈ നിയമനം വിവാദമാവുകയും തഴയപ്പെട്ട 3 ജഡ്ജിമാരും ഇതൊരു ക്രമപ്രശ്നമായി ഡിക്ലറേഷൻ ഓഫ് എമർജൻസി. 3 events led to the declaration of emergency. First one, judgment by Allahabad High Court. Second, result of Gujarat election. Third, formation of United Front by the opposition parties and the revolt that followed. Allahabad High Court ruling. Justice Jagmohan Lal Sinha, Allahabad High Court declared Indira Gandhi's election to the Lok Sabha in 1970 was invalid. She was barred from contesting election for 6 years. It was on 12th June 1975. The declaration came in the wake of an election petition Raj Narayanan, a socialist leader, filed. He had contested the election in 1971. He said that Indira Gandhi had used the government machinery and government servants in her election campaign. The court ruling made her no more as MP, so she could not be the PM, Prime Minister of the country, unless once again elected within 6 months. She went to the Supreme Court against the Allahabad High Court sentence,
Supreme Court granted only a partial stay on High Court's ruling in her appeal was decided. She could remain an MP, but she could not participate in the proceedings of Lok Sabha election. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. 3 സംഭവ വികാസങ്ങളാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലേക്ക് നയിച്ചത്. 1 അലഹാബാദ് ഹൈക്കോടതി വിധി, 2 ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് ഫലം, 3 പ്രതിപക്ഷ കക്ഷികളുടെ മുന്നണി രൂപീകരണവും പ്രക്ഷോഭങ്ങളും. അലഹാബാദ് ഹൈക്കോടതി വിധി. 1975 ജൂൺ 12 അലഹാബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസായ ജഗ്മോഹൻലാൽ സിൻഹ ലോക്സഭയിലേക്കുള്ള ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിക്കൊണ്ട് വിധി പ്രസ്താവിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് 6 വർഷത്തേക്ക് അവരെ വിലക്കുകയും ചെയ്തു. 1971 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ മത്സരിച്ച സോഷ്യലിസ്റ്റ് നേതാവായ രാജ് നാരായൺ സമർപ്പിച്ച ഹർജിയിലായിരുന്നു ഈ വിധി. ഇന്ദിരാഗാന്ധിക്കെതിരെ ആരോപിച്ച കുറ്റം പ്രധാനമന്ത്രിയായിരിക്കെ മത്സരിച്ച ഇന്ദിരാഗാന്ധി സർക്കാർ ജീവനക്കാരുടെ സേവനം തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തി എന്നതായിരുന്നു. 6 മാസത്തിനകം MP ആയി തിരഞ്ഞെടുക്കപ്പെടാത്ത പക്ഷം ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രിയായി തുടരാനാവില്ലെന്നും വ്യവസ്ഥ ചെയ്തു. അലഹാബാദ് ഹൈക്കോടതി വിധിക്കെതിരെ ഇന്ദിരാഗാന്ധി സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചെങ്കിലും സഭാ നടപടികളിൽ പങ്കെടുക്കുന്നതിനും വോട്ട് ചെയ്യുന്നതിനെയും വിലക്കിക്കൊണ്ട് സഭയിൽ പങ്കാളി ആവാനുള്ള ഒരു അവകാശം മാത്രം നൽകുന്ന ഒരു പാർഷ്യലായിട്ടുള്ള ഭാഗികമായ ഒരു സ്റ്റേ മാത്രമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചത്. ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് ഫലം. 1975 ജൂൺ 12 ഗുജറാത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിക്കുകയുണ്ടായി. അത് കോൺഗ്രസ്സിന് നിരാശയാണ് സമ്മാനിച്ചത്. പ്രതിപക്ഷമായിരുന്ന ജനതാ മുന്നണി അധികാരത്തിലെത്തി. അത് ഇന്ദിരാഗാന്ധിയെ കൂടുതൽ പ്രയാസത്തിലേക്ക് എത്തിച്ചു. പ്രതിപക്ഷ കക്ഷികളുടെ മുന്നണി രൂപീകരണവും പ്രക്ഷോഭങ്ങളും. അലഹാബാദ് ഹൈക്കോടതി വിധിയും ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് ഫലവും ചിതറിക്കിടന്നിരുന്ന പ്രതിപക്ഷത്തിന് ഊർജമേകുകയും അവർ കൈകോർത്ത് ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. 1975 ജൂൺ 25 ഡൽഹിയിലെ രാംലീല മൈതാനിൽ വെച്ച് വമ്പിച്ച പ്രകടനം അവർ സംഘടിപ്പിച്ചു. ഇന്ദിരാഗാന്ധിയുടെ രാജിക്കു വേണ്ടി രാജ്യവ്യാപകമായ സത്യാഗ്രഹ പരിപാടിക്ക് ജയപ്രകാശ് നാരായണൻ ആഹ്വാനം ചെയ്തു. നിയമവിരുദ്ധവും അധാർമികവുമായ ഗവൺമെൻറ്റിൻ്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടതില്ല എന്ന് പോലീസിനോടും പട്ടാളത്തോടും അവർ അഭ്യർത്ഥിച്ചു. ഇതോടെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സ്തംഭിക്കുന്ന ഒരവസ്ഥ രൂപപ്പെടുകയും ഇന്ത്യയിലെ രാഷ്ട്രീയ മനോഭാവം കോൺഗ്രസ്സിനെതിരാണെന്ന ഒരു ചിന്ത വരികയുമുണ്ടായി. ഇതിനോടുള്ള പ്രതികരണം എന്നതുപോലെയാണ് 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ദിരാഗാന്ധി തീരുമാനിച്ചത്. ഭരണഘടനയുടെ 352 വകുപ്പനുസരിച്ച് ഭരണഘടനാ പ്രകാരമുള്ള അടിയന്തരാവസ്ഥ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതോടെ നമ്മുടെ ഫെഡറൽ സംവിധാനം ഇല്ലാതാവുകയും എല്ലാ അധികാരങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് വരികയും ചെയ്യും. മൗലിക അവകാശങ്ങൾ വരെ നിയന്ത്രിക്കാൻ അടിയന്തരാവസ്ഥ കേന്ദ്ര ഗവൺമെൻറ്റിന് അവകാശം നൽകുന്നു. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1975 ജൂൺ 25 രാത്രിയിലായിരുന്നു. അതോടെ തന്നെ പത്രം ഓഫീസുകളിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും പ്രതിപക്ഷ നേതാക്കളെയൊക്കെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. തുടർന്ന് 26 രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ വിവരം മന്ത്രിമാർ പോലും അറിഞ്ഞിട്ടുള്ളത്. റിസൾട്ട് ഓഫ് ഗുജറാത്ത് ഇലക്ഷൻ. ഇൻ 12th June 1975, the second blow for Indira Gandhi reached. That was the election result of Gujarat. It was highly distressing to Congress party. The United Opposition Front came to power. This made Indira Gandhi more desperate. Formation of the opposition party's United Front
and massive protest. Jayaprakash Narayanan led the opposition political parties demanding Indira's resignation. Delhi's ground overflowed with people who had come there in a massive protest against the government. JP announced a nationwide satyagraha. He has asked the army, the police and government servant not to obey illegal and immoral orders. This was threat to bring all government activities to a standstill. As a response to all these activities, the government reaction was unexpected. Government declared internal emergency under Article 352. 352 provides a declaration of emergency on the ground of external threat or threat internal disturbance. Technically, the government could do it. Once declared, emergency suspends all federal powers and can concentrate everything in the hands of the union government. Moreover, government could curtail, restrict all of any fundamental rights during emergency. On the recommendation of the Prime Minister, the President Fakhruddin Ali Ahmad imposed an emergency on 25th June 1975. Soon after, the power connection to all newspaper office was snapped. Opposition leaders and workers were arrested in large numbers. The cabinet was informed of the emergency only during a special cabinet meeting at 6 a.m. on 26th June. Consequences. Declaration of emergency brought all protest and agitation to standstill. The first consequence was the declaration of emergency brought all protest and agitation to standstill. Several opposition leaders themselves behind the bars. Situation became quiet but tense. Sense of foreboding in the unnatural calm everywhere. Freedom of the press was suspended. Newspaper had to get prior approval for all materials to be published. In other words, the government clapped press censorship to all newspaper and publications. RSS and Jamaat Islami were banned. Preventive detention was resorted in all walks of life. Large-scale arrests took place in different parts of the country. Political workers could challenge their arrest through a habeas corpus petition, but the court could entertain cases of habeas corpus. But in April 1976, Supreme Court Constitution Bench overruled the High Court and accepted the government's stand. It means that the government during emergency could take away the citizens' right to life and property. This controversy judge closed all doors of the judiciary redress of grievance. Many political workers who were not arrested the first round went underground and organized protest against the government. The Indian Express and the Seminar expressed their protest against censorship by leaving blank spaces where news items had been censored. The magazines like the Seminar and the Mainstream closed down in protest. Journalists were arrested and put in prison. Vice Chancellor's literary figurehead who spoke or wrote against emergency were jailed. Many journalists who had been awarded with Padma Bhushan and Padma Shri returned their awards in protest. The Parliament brought many new changes in the Constitution in connection with Indira Gandhi's case in Allahabad High Court. Elections of Prime Minister and President, Vice President could not be challenged in court through 42 Amendment. The duration of legislature was extended from 5-6 years during emergency. Elections could postpone by 1 year.
അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടുകൂടി വ്യാപകമായി പ്രതിപക്ഷ പാർട്ടി മെമ്പേഴ്സിനെ അറസ്റ്റ് ചെയ്യുകയും പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഗവൺമെൻറ്റിൽ നിന്ന് അനുമതി വാങ്ങേണ്ടി വന്നു. വർഗീയ പാർട്ടികളായി പ്രഖ്യാപിച്ച് RSSനെയും ജമാഅത്തെ ഇസ്ലാമിനെയും നിരോധിച്ചു. പൗരൻ്റെ മൗലിക അവകാശങ്ങളെ വരെ നിയന്ത്രിച്ചു. കരുതൽ തടങ്കൽ പ്രകാരം ധാരാളം ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. അറസ്റ്റിലായ പലരും ഹെബിയാസ് കോർപ്പസ് ഹർജി ഹൈക്കോടതികളിൽ കൊടുത്തെങ്കിലും സുപ്രീം കോടതി ഇതെല്ലാം അസാധുവാക്കി ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ ശരിവെക്കുകയും ചെയ്തു. അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധിക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ പല ഭാഗത്തും അരങ്ങേറി. അറസ്റ്റിലാവാതിരുന്ന പത്രപ്രവർത്തകർ ഒളിവിൽ നിന്ന് ഗവൺമെൻറ്റിനെതിരെ പ്രവർത്തിച്ചു. സെമിനാർ, മെയിൻസ്ട്രീം തുടങ്ങിയ മാസികകൾ സെൻസർഷിപ്പിൻ്റെ പ്രതിഷേധമെന്നോളം അടച്ചുപൂട്ടി. അടിയന്തരാവസ്ഥയ്ക്കെതിരായി എഴുതിയ പല പത്രപ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തു. പത്മഭൂഷണും ബഹുമതി ലഭിച്ചിരുന്ന കന്നഡ സാഹിത്യകാരൻ ശിവരാമ കാരന്തും പത്മശ്രീ തിരിച്ചു നൽകി. ഹിന്ദി സാഹിത്യകാരൻ ഹണീശ്വർനാഥ് രേണുവും പ്രതിഷേധിച്ചു. അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള ഇത്തരം പ്രതിഷേധങ്ങൾ വളരെ അപൂർവമായിരുന്നു. ഇക്കാലത്ത് ഭരണഘടനയിലും ചില മാറ്റങ്ങൾ വരുത്തി. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യയിലെ ജനപ്രതിനിധികളുടെ കാലാവധി 5 കൊല്ലത്തിൽ നിന്ന് 6 കൊല്ലമാക്കി. അടിയന്തരാവസ്ഥ കാലത്ത് ഒരു സ്ഥിരം സംവിധാനമായിരുന്നു. ഇതിനു പുറമെ അടിയന്തരാവസ്ഥ കാലത്ത് തെരഞ്ഞെടുപ്പ് 1 കൊല്ലത്തേക്ക് നീട്ടാനും വ്യവസ്ഥ ചെയ്തിരുന്നു. 71 തെരഞ്ഞെടുപ്പിന് പകരം തെരഞ്ഞെടുപ്പ് 76 പകരം 77 നടത്താൻ തീരുമാനിച്ചു. പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവയുടെ തെരഞ്ഞെടുപ്പ് ഒരു കോടതിയിലും ചോദ്യം ചെയ്യരുതെന്ന ഭേദഗതിയും പാർലമെൻറ്റ് പാസ്സാക്കി. അങ്ങനെ ഇന്ത്യ ഒട്ടാകെ ഒരു ജനാധിപത്യ രാജ്യം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മൾ ലോക്ക്ഡൗൺ കാലത്തൊക്കെ കോവിഡ് വൈറസിനെയൊക്കെ പേടിച്ച് വീട്ടിൽ ഒതുങ്ങിയതുപോലെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും പേടിപ്പിച്ച് ഭരണഘടനയും അധികാരവും കാണിച്ച് വിറപ്പിച്ച് നിർത്തിയ ഒരു സംഭവമായിരുന്നു അടിയന്തരാവസ്ഥ. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ദീസ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Have a nice day.